ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമാകും. 2021 നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡ് മഹാമാരിയെ തുടർന്ന് വൈകുകയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 8ാമത്തെയും രാജ്യത്തെ 16ാമത്തെയും സെൻസസ് ആണിത്. 145 കോടിയോളം വരുന്ന ജനങ്ങളെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ ബൃഹത് ദൗത്യത്തിനായി 30 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് രാജ്യത്ത് സെൻസസ് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ മൊബൈൽ ആപ്പുകൾ വഴി വിവരങ്ങൾ നേരിട്ട് അപ്ലോഡ് ചെയ്യും. കൂടാതെ പൗരന്മാർക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 16 ഭാഷകളിൽ ലഭ്യമായ പോർട്ടൽ വഴി വിവരങ്ങൾ നൽകുന്നവർക്ക് ലഭിക്കുന്ന യുണീക്ക് ID പിന്നീട് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതിയാകും. വീടുകളുടെ അവസ്ഥ, ലഭ്യമായ സൗകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. വീടിൻ്റെ മേൽക്കൂര കോൺക്രീറ്റ് ആണോ, ഓടാണോ, പുല്ലാണോ, ഇൻ്റർനെറ്റ് സൗകര്യമുണ്ടോ, പ്രധാന ഭക്ഷണം ഏതാണ് തുടങ്ങിയ 33 ചോദ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ ആദ്യ തവണ ചോദിക്കുക എന്ന് പറയപ്പെടുന്നു. രണ്ടാം ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പാണ്. അതായത് 2027 ഫെബ്രുവരിയിൽ നടക്കുന്ന ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസം, തൊഴിൽ, കുടിയേറ്റം, പ്രധാനമായും മതം എന്നിവയ്ക്കൊപ്പം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ജാതി വിവരങ്ങളും ശേഖരിക്കും. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജ്യത്തെ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവരശേഖരണം ഔദ്യോഗികമായിട്ട് നടക്കുന്നത്. വികസന പദ്ധതികളുടെ കൃത്യമായ വിതരണത്തിനും സംവരണ നയങ്ങൾക്കും ഈ വിവരങ്ങൾ നിർണായകമാണെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. 2011 കണക്കുകൾ വെച്ചാണ് രാജ്യം ഇത്രയും കാലം പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നതെന്നും എന്നാൽ 2023 ചൈനയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയെന്നും റേഷൻ കാർഡുകൾ, അതുപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ പഴയ കണക്കുകൾ അപര്യാപ്തമാണ് എന്നൊക്കെയാണ് ഇവരുടെ വാദം. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒട്ടനവധി ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറിയെന്നും ഈ മാറ്റങ്ങൾ രേഖപ്പെടുത്താത്തത് നഗരവികസന പദ്ധതികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നും പറയുന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതായത് NPR സംബന്ധിച്ച ചർച്ചകൾ നിലനിൽക്കുന്നതിനാൽ സെൻസസ് പൗരത്വവുമായി ബന്ധപ്പെട്ടതാണോ എന്ന ആശങ്ക ചില വിഭാഗങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ ഇത് വെറുമൊരു കണക്കെടുപ്പ് മാത്രമാണെന്നും വികസന പ്രവർത്തനങ്ങൾക്കായാണ് വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്നും അധികൃതർ പറയുന്നുവെങ്കിലും ഇതിൽ വ്യക്തമായ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ അന്തമാൻ നിക്കോബാർ, ഡൽഹി, ഗോവ, കർണാടക, മിസോറം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് തുടക്കം കുറിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.